Hello my dears, welcome back to statistics class. Today I'm going to take a new topic for you, that is completeness. Let x1, x2, etc. xn denote random samples from a population with density function f of x theta, and let t equal to t of x1, x2, etc. xn be a statistic. Then t is said to be complete for theta if and only if the only unbiased estimator of theta, that is a function of t, is the statistic that is identically 0 with probability 1. നമ്മൾ കംപ്ലീറ്റ്നെസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ x1, x2, etc. xn be the random samples drawn from the probability density function fx theta. എന്നിട്ട് നമ്മൾ ടി എന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ടി ഓഫ് x1, x2, etc. xn ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഈ ടി എന്ന് പറയുന്നത് ഈസ് കംപ്ലീറ്റ് ഫോർ തീറ്റ. ഇവിടെ നമ്മളെ പാരാമീറ്റർ ഏതാണ്? തീറ്റയാണ്. അപ്പോൾ ദെൻ ടി ഈസ് സെഡ് ടു ബി കംപ്ലീറ്റ് ഫോർ ദ തീറ്റ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് ദ തീറ്റ, that is a function of t, is the statistic that is identically equal to 0. അപ്പോൾ ഈ ഒരു ടീൻ്റെ ഫങ്ഷന് അതിൻ്റെ ടീൻ്റെ ഫങ്ഷൻ്റെ അൺബയാസ്ഡ്നെസ് ഈക്വൽ ടു 0 ആവണം. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഒന്നും കൂടെ പറയാം. at x1, x2, xn, x2, etc. xn be the random sample drawn from density function fx theta. എന്നിട്ട് നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഡിഫൈൻ ചെയ്യാൻ ടി എന്ന് പറഞ്ഞാൽ ടി ഓഫ് x1, x2, etc. xn എന്ന് പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ്. ദെൻ നമ്മൾ പറയും ഈ ടി എന്നുള്ളത് ഈസ് കംപ്ലീറ്റ് ഫോർ തീറ്റ. ഇവിടെ തീറ്റ എന്ന് പറയാൻ കാരണം നമ്മളുടെ പോപ്പുലേഷനിൽ തീറ്റയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് കംപ്ലീറ്റ് ഫോർ ദ തീറ്റ എപ്പോഴാണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് ജി അല്ല ടെക്സ്റ്റിലുള്ളത്, ടെക്സ്റ്റിൽ എച്ച് എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫങ്ഷന് നമ്മൾ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പം ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫങ്ഷൻ്റെ അൺബയാസ്നെസ് എപ്പോഴും 0 ആയിരിക്കും. ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് ടി ഈക്വൽ ടു 0 എന്നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും. നെക്സ്റ്റ് നമ്മളിവിടെ കൊടുത്ത് കംപ്ലീറ്റ് ഫാമിലി ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് എന്നാണ്. അപ്പോൾ അതൊന്ന് എടുത്ത് പറഞ്ഞെന്നുള്ളൂ. കൺസിഡർ ദ സ്റ്റാറ്റിസ്റ്റിക്സ് ടി ഈക്വൽ ടു ടി ഓഫ് എക്സ്. ദ ഫാമിലി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ജി ഓഫ് ടി ഈക്വൽ ടു തീറ്റ ബിലോങ്സ് ടു തീറ്റ. ഫാമിലി ഓഫ് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മളിങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ഈസ് കംപ്ലീറ്റ് ഫോർ ദ തീറ്റ ഈഫ് എക്സ്പെക്റ്റേഷൻ ഓവർ തീറ്റ എച്ച് ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ ഓൾ തീറ്റ. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി എന്തായിരിക്കും? 1 ആണ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് കേസിൽ നമ്മൾ എക്സ്പെക്റ്റേഷൻ എങ്ങനെ കാണുക? ഇൻറ്റഗ്രൽ ഓവർ എച്ച് ഓഫ് ടി, ഇവിടെ നമ്മളുടേത് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ജി ഓഫ് ടി തീറ്റ ഡി ടി ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഫോർ തീറ്റ ബിലോങ്സ് ടു ദ ഫാമിലി ഓഫ് ദ പാരാമീറ്റർ തീറ്റ ഫോർ കണ്ടിന്യൂസ് കേസ്. ആൻഡ് ഡിസ്ക്രീറ്റ് കേസ് ആകുമ്പോൾ അത് സമ്മേഷൻ ഓവർ എച്ച് ഓഫ് ടി ഇൻറ്റു ജി ഓഫ് ടി ഈക്വൽ ടു 0. ഓക്കെ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്നെസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താണ്? ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫംഗ്ഷൻ്റെ അൺബയാസ്ഡ്നെസ്, അതായത് അതിൻ്റെ എക്സ്പെക്റ്റേഷന് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 1 ആയിരിക്കും. ഓക്കെ. ഇനി ഇത് പറയുന്നത് നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് ഓഫ് ടി ഈക്വൽ ടു 0 ആണെങ്കിൽ എച്ച് ഓഫ് ടി എന്തായിരിക്കും? 0 ആയിരിക്കും. ഫോർ എവരി തീറ്റ ബിലോങ്സ് ടു ദ ഫാമിലി ഓഫ് ദ പാരാമീറ്റർ ഓൾമോസ്റ്റ് ഷുവർലി. ഓക്കെ. ഇനി നമ്മൾ ഇതിന് 2 പ്രോബ്ലം ചെയ്യുകയാണ്. പ്രോബ്ലം ലെറ്റ് എഫ് എക്സ് തീറ്റ ഈക്വൽ ടു 1/തീറ്റ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ തീറ്റ ആൻഡ് 0 എൽസ്വർ. പ്രൂവ് ദാറ്റ് ദ ഫാമിലി ഓഫ് പി ഡി എഫ് ഈസ് കംപ്ലീറ്റ് ഫാമിലി. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് ഓഫ് എക്സ് 0 ആണെങ്കിലാണ് നമ്മളെന്ത് പറയുന്നത്? ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കംപ്ലീറ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/തീറ്റയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എച്ച് ഓഫ് എക്സ് ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ എച്ച് ഓഫ് എക്സ് ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് തീറ്റ ആയിരിക്കണം അല്ലേ? എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് തീറ്റ ആയിരിക്കും. ഓക്കെ. നമ്മൾ എച്ച് ഓഫ് എക്സ് ഈസ് എ ഫങ്ഷൻ
വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് തീറ്റ. എന്നിട്ട് നമ്മൾ അതിൻ്റെ എക്സ്പെക്റ്റേഷന് 0 ആക്കി അല്ലേ. നമ്മൾ കംപ്ലീറ്റ് ആണെങ്കിൽ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ദാറ്റ് ഇംപ്ലൈസ് ഇൻ്റഗ്രൽ ഇവിടെ തീറ്റൻ്റെ റേഞ്ച് എക്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 to തീറ്റ. ഇൻ്റഗ്രൽ ഓവർ 0 to തീറ്റ എച്ച് ഓഫ് എക്സ് ഇൻറ്റു എഫ് എക്സ് തീറ്റ എന്ന് പറഞ്ഞാൽ 1/θ dx ഈക്വൽ ടു 0. ദിസ് ഗീവ്സ് 1/θ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to തീറ്റ എച്ച് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 0. എന്തായാലും 1/θ 0 ആവില്ല, പക്ഷേ ഏതായിരിക്കും? ഇൻ്റഗ്രൽ ഓവർ എച്ച് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 0 എന്നായിരിക്കും അല്ലേ. ഇനി ഡിഫറൻസിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമുക്ക് എന്ത് കിട്ടും? എച്ച് ഓഫ് എക്സ് 0 എന്ന് കിട്ടും ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന്. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നത് എന്താണ്? ഇവിടെ എച്ച് ഓഫ് എക്സ് എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് ഓഫ് എക്സ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ എച്ച് ഓഫ് എക്സ് എന്തായിരിക്കണം? 0 ആയിരിക്കണം അല്ലേ. എച്ച് ഓഫ് എക്സും 0 ആയിരിക്കും. അപ്പോൾ നമുക്കത് കിട്ടി. സോ PDF ഈസ് this implies that given family of probability density function for theta greater than 0 is complete. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുന്നത് ഇവിടെ രണ്ടാമത്തെ പ്രോബ്ലം. ലെറ്റ് x1 x2 etc. xn be a random sample from Bernoulli distribution with fx theta equal to theta raised to x 1 minus theta raised to 1 minus x. X takes the value 0 and 1, 0 less than theta less than 1, 0 otherwise. Show that t equal to summation I equal to 1 to n xi is completely sufficient for the statistics for theta. അപ്പോൾ നമ്മളിവിടെ കംപ്ലീറ്റ്ലി സഫിഷ്യൻറ്റ് സ്റ്റാറ്റിസ്റ്റിക് ഫോർ തീറ്റയാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ സഫിഷ്യൻ്റ് ആണോ എന്ന് നോക്കണം അല്ലേ. ആ സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ആണെന്ന് നോക്കണം. സമ്മേഷൻ എക്സ് ഈ ഒരു ഡിസ്ട്രിബ്യൂഷന് സഫിഷ്യൻ്റ് ആണോ എന്ന് നോക്കണം. അത് നമ്മൾ എങ്ങനെയായിരുന്നു? നെയ്മൻ ഫാക്ടറൈസേഷൻ തിയറം വെച്ചിട്ട് ചെയ്തു അല്ലേ. ഫസ്റ്റ് ഈ ഒരു ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കണ്ടെത്തണം. അപ്പോൾ അതിൻ്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷനാണ് തീറ്റ റേസ് ടു സമ്മേഷൻ എക്സ് 1/θ റേസ് ടു n മൈനസ് എക്സ്. എന്നിട്ട് നമുക്ക് ഇതിനെ നമുക്ക് 2 ഫാക്ടേഴ്സ് ആക്കിയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റണം. ഒന്ന് എന്താണ്? ഫംഗ്ഷൻ ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ദ പാരാമീറ്റർ, ആൻഡ് മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ റാൻഡം സാമ്പിൾ വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് തീറ്റ. അപ്പോൾ നമുക്ക് ഇവിടെ കാണുന്നത് എന്താണ്? ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ദ ഫംഗ്ഷൻ ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ദ പാരാമീറ്റർ ആണ്. വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇൻറ്റു 1 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ L1 എന്തായിരിക്കും? ഈ ഒരു ഫംഗ്ഷനും L2 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ L1 ഈസ് എ ഫംഗ്ഷൻ ഓഫ് സമ്മേഷൻ xi അല്ലേ, ആൻഡ് L2 ഈസ് എ ഇൻഡിപെൻഡൻറ്റ് ഓഫ് തീറ്റ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ടി സമ്മേഷൻ xi ഈസ് എ സഫിഷ്യൻസ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ ടി എന്നുള്ളത് നമ്മൾ സഫിഷ്യൻ്റ് ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ കംപ്ലീറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ x1 x2 etc. xn are random sample from Bernoulli distribution. We know that t equal to summation xi. സമ്മേഷൻ xi ആണ് നമ്മളോട് കംപ്ലീറ്റ്ലി സഫിഷ്യൻ്റ് ആണോ നോക്കാം. സഫിഷ്യൻ്റ് ആണ്, കംപ്ലീറ്റ് ആണോ നോക്കണം. അപ്പോൾ നമ്മളോട് സമ്മേഷൻ xi ആണുമ്പോൾ സമയത്ത് ഈ ഒരു ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ ഏത് ഡിസ്ട്രിബ്യൂഷൻ ആവും? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ n തീറ്റ. അങ്ങനെയാവുന്ന സമയത്ത് നമ്മളുടെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്തായിരിക്കും? p of t equal to k എന്ന് പറഞ്ഞാൽ nck theta raised to k 1 minus theta raised to n minus k. K takes the value 0, 1, 2 etc. up to n, and theta in between 0 less than theta less than 1, 0 otherwise. എങ്ങനെ നമ്മൾ എച്ച് ഓഫ് ടി ബി എ ഫംഗ്ഷൻ ഓഫ് ടി, നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ കൊടുക്കണം അല്ലേ. ആ ഫംഗ്ഷൻ നമ്മൾ എടുത്തിരിക്കുന്നത് എച്ച് ഓഫ് ടി ആണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് ഓഫ് ടി ഈക്വൽ ടു 0 ആണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു ഡെൻസിറ്റി ഫംഗ്ഷൻ എങ്ങനെയാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഡിസ്ക്രീറ്റ് കേസിൽ കാണുക? സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ എച്ച് ഓഫ് ടി ഇൻറ്റു നമ്മളുടെ കറസ്പോണ്ടിങ് ബൈനോമിയൽ മാസ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് NCK തീറ്റ റേസ് ടു k 1 മൈനസ് തീറ്റ റേസ് ടു n മൈനസ് k. ഓക്കെ, ഇതാണ്. ഓക്കെ, ഇതിന് ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു ഫംഗ്ഷനെ ഞാൻ 1/θ റേസ് ടു n ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. ദിസ് ഈക്വൽ ടു 0 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് ഇംപ്ലൈ ചെയ്യുന്നത് 1/θ റേസ് ടു n സമ്മേഷൻ k ഈക്വൽ ടു 0 to n h of t NCK തീറ്റ റേസ് ടു k 1 മൈനസ് തീറ്റ റേസ് ടു n മൈനസ് k. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 1/θ റേസ് ടു n ഇൻറ്റു 0 വിച്ച് ഈസ് ഈക്വൽ ടു 0.
അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഈ 1/θ⁻n ഞാൻ ഇവിടെ ഈ തീറ്റാക്കേൻ്റെ അടിയിലേക്ക് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്തു. അതാണ് ഈ സ്റ്റെപ്പിൽ കിടക്കുന്നത്. സമ്മേഷൻ k = 0 to n h(t)n nck θ⁻k ഡിവൈഡ് ബൈ θ⁻n 1 - θ⁻n - k വിച്ച് ഈസ് ഈക്വൽ ടു 0. എന്നിട്ട് ഞാൻ ഈ θ⁻kനെ ഞാൻ താഴത്തേക്ക് കൊണ്ടുവരുമ്പോൾ θ⁻−k എന്നാവും. അപ്പോൾ ഞാൻ എന്ത് എഴുതും, രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് 1/θ⁻n - k എന്ന് എഴുതും. ഓക്കെ, n - k എന്ന് എഴുതും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് 1/θ⁻n - k എന്നുണ്ടല്ലോ, അതിനെ താഴത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യുന്നു, 1/θ⁻n - k. അപ്പോൾ അതിനെ ഞാൻ കമ്പൈൻ ചെയ്തു. അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് സമ്മേഷൻ k = 0 h(t) nck 1 - θ ഡിവൈഡ് ബൈ θ⁻n - k ഫോർ ഈക്വൽ ടു 0 ഫോർ ഓൾ തീറ്റ 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 1. ഇനി നമുക്ക് ഈ ഒരു സമ്മേഷന് 0 ആവും. എന്തായാലും ഈ ഒരു സമ്മേഷന് 0 ആയിരിക്കില്ല. ഈ ഒരു സമ്മേഷൻ 0 ആണെങ്കിൽ h(t) എന്ന് പറയുന്നത് 0 ആയിരിക്കണം അല്ലേ. h(t) 0 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, t ഈസ് എ കംപ്ലീറ്റ്ലി സഫിഷ്യൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ദ തീറ്റ എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ. ഇങ്ങനെ 2 പ്രോബ്ലംസാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കുക കേട്ടോ.